പ്രൈസ് ദി ലോർഡ്. എന്നെ ശ്രദ്ധിക്കുന്ന ബഹുമാന്യരായ എല്ലാ ദൈവജനത്തിനും ക്രിസ്തയേശുവിൻ്റെ ധന്യനാമത്തിലുള്ള വിനീതമായ സ്നേഹവന്ദനം അറിയിക്കുന്നു. അനുഗ്രഹീതമായൊരു ദിവസം കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകി. കർത്താവിന് പ്രിയരായി ജീവിപ്പാൻ ദൈവം നമുക്കെല്ലാവർക്കും വിശേഷപ്പെട്ട കൃപ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. പ്രസംഗരുടെ പ്രഭുവായി കരുതപ്പെടുന്ന സ്പർജൻ്റെ മുത്തച്ഛൻ ഒരു സുവിശേഷകനായിരുന്നു. വലിയ സാമ്പത്തിക ശേഷിയില്ലാതിരുന്ന അദ്ദേഹത്തിന് 10 മക്കളുണ്ടായിരുന്നു. കുട്ടികൾക്ക് ആവശ്യമുള്ള പാൽ ലഭിച്ചിരുന്നത് സ്വന്തമായി വളർത്തിയിരുന്ന ഒരു പശുവിൽ നിന്നാണ്. എന്നാൽ ഒരു ദിവസം ആ പശു ചത്തുപോയി. അദ്ദേഹത്തിൻ്റെ പക്കൽ മറ്റൊന്നിനെ വാങ്ങുവാനുള്ള പണവുമില്ലായിരുന്നു. ഭാര്യ ഇപ്രകാരം ചോദിച്ചു, ഇനി നാം എന്തു ചെയ്യും? അദ്ദേഹം മറുപടി നൽകി, എനിക്കറിയില്ല, പക്ഷേ എന്തു ചെയ്യണമെന്ന് ദൈവത്തിനറിയാം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമ്മുടെ മക്കൾക്ക് പാല് നൽകേണ്ടത് അത്യാവശ്യമാണ്. അത് ദൈവം നൽകുക തന്നെ ചെയ്യും. അടുത്ത പ്രഭാതത്തിൽ സുവിശേഷകരെ സഹായിക്കുന്ന ഫണ്ടിൽ നിന്നും 20 പൗണ്ട് അദ്ദേഹത്തിന് ലഭിച്ചു. അദ്ദേഹം ആരോടും പണം ചോദിച്ചിരുന്നില്ല. ഫണ്ട് നൽകുന്ന കമ്മിറ്റി തലേ ദിവസം യോഗം ചേർന്ന് ഫണ്ട് വിതരണത്തെക്കുറിച്ച് തീരുമാനിക്കുകയായിരുന്നു. ആ കുടുംബത്തിൻ്റെ ആവശ്യങ്ങളെക്കുറിച്ച് കമ്മിറ്റി അംഗങ്ങൾ യാതൊന്നും അറിഞ്ഞിരുന്നില്ല. എന്നാൽ ദൈവം തൻ്റെ ഭൃത്യൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് അത്ഭുതകരമായി നിറവേറ്റി. അനുഗ്രഹീതമായ സംഭവ ചരിത്രത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. ഏറിപങ്ക് മിശ്രീ വര്യന്മാരും ജീവിതത്തിൻ്റെ പരിശോധനകൾ, കഷ്ടതകളെ മുഖാമുഖമായി കാണുകയും അനുഭവിക്കുകയും അതിലൂടെ കടന്നു പോവുകയും ദൈവരെ ഏൽപ്പിച്ച അനുഗ്രഹീതമായ സുവിശേഷ ദൗത്യം നിർവഹിക്കുകയും ചെയ്തു എന്നത് ചരിത്രം സാക്ഷിക്കുന്നു. സാധാരണ ദൈവജനത്തിനും വ്യത്യസ്ത നിലയിൽ കർത്താവിന് വേണ്ടി അധ്വാനിക്കുന്ന എല്ലാ ക്രിസ്തു ഭക്തർക്കും തങ്ങളുടേതായ കാലയളവിൽ വ്യത്യസ്തമായ ജീവിതത്തിൻ്റെ പരിശോധനകൾ, പരീക്ഷകൾ അനുഭവിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് തിരുവചനത്തിലൂടെയും ഗ്രഹിക്കാൻ കഴിയുന്നുണ്ട്. ദൈവം അയക്കുന്ന പരിശോധനകൾ, പരീക്ഷകൾ നമ്മൾ ശുഭകരമായ നിലയിൽ പ്രവർത്തിപ്പാനും വിശ്വാസത്തിന് ധൈര്യം പകരുവാനും സ്ഥിരത നൽകുവാനും, അപ്പോൾ തന്നെ ദൈവത്തിൻ്റെ നാമത്തിനു വേണ്ടി ശക്തമായ ആത്മീയ ജീവിതം നയിച്ച് വിജയം നേടുവാൻ നമ്മെ യോഗ്യരാക്കുന്ന ദൈവത്തിൻ്റെ പ്രത്യേകമായ ഉദ്ദേശത്തോടു കൂടിയ പ്രക്രിയയാണ്. എന്നാൽ പിശാച് കൊണ്ടുവരുന്ന പ്രലോഭനങ്ങൾ, ടെംപ്റ്റേഷൻസ്, അത് നമ്മെ തകർക്കുവാൻ വേണ്ടിയാണ്. ഈ 2 കാര്യങ്ങളെ വേർതിരിച്ച് ഗ്രഹിക്കുവാൻ തിരുവചനത്തോട് ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ ചിന്തയോടെ നമുക്ക് യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 3-4 വാക്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശേഷം സന്തോഷം എന്നെണ്ണുവിൻ. എന്നാൽ നിങ്ങൾ ഒന്നിലും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണരുമാകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ. യാക്കോബിനെ സാധാരണ പ്രായോഗിക സുവിശേഷത്തിൻ്റെ വക്താവ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കർത്താവിൻ്റെ സഹോദരനായ യാക്കോബ് ആദിമസഭയിൽ ഏറ്റവും പ്രശസ്തമായ രീതിയിൽ ബഹുമാനിക്കപ്പെട്ട ഒരു വ്യക്തിത്വം കൂടിയായിരുന്നു. ചിതറിപ്പാർക്കുന്ന 12 ഗോത്രങ്ങൾക്കും എന്ന ശീർഷകത്തിൽ നമ്മൾ കാണുന്നു. സ്വാഭാവികമായി തന്നെ ചിതറിപ്പാർക്കുന്ന ദൈവമക്കൾക്ക് വിവിധ പരീക്ഷകൾ, പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, കഷ്ടതകൾ സ്വാഭാവികമായിട്ടുണ്ടാകും. എന്നാൽ അവരെ വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്തുവാൻ വളരെ പ്രായോഗികമായ അനേക ദൈവവചന സത്യങ്ങൾ ഈ ലേഖനത്തിലൂടെ ദൈവമക്കൾ എഴുതി അറിയിക്കുകയാണ്. 3-4 വാക്യങ്ങളിൽ ഈ ലേഖനത്തിൻ്റെ തുടക്ക സമയത്ത് തന്നെ വിവിധ പരീക്ഷകളെക്കുറിച്ചും ദൈവം അയക്കുന്ന പരീക്ഷയെക്കുറിച്ചും താൻ വ്യക്തമായി ദൈവജനത്തെ ബോധ്യപ്പെടുത്തുകയാണ്. വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്ന് അറിഞ്ഞ് അത് അശേഷം സന്തോഷത്തോടെ അതിനെ സമീപിക്കണം, അല്ലെങ്കിൽ സന്തോഷത്തോടെ അതിനെ എണ്ണണം, കരുതണം എന്ന് ഉപദേശിക്കുകയാണ്. സാധാരണ ജനത്തിന് കഷ്ടത, പരിശോധന, ജീവിതത്തിൽ ഉണ്ടാകുന്ന വളരെ ദുഷ്കരമെന്ന് തോന്നുന്ന ജീവിത സാഹചര്യങ്ങൾ ഒഴിഞ്ഞു പോകുവാൻ ആഗ്രഹിക്കുക. പക്ഷേ ക്രിസ്തീയ വീക്ഷണം വളരെ വ്യത്യസ്തമാണ്. കഷ്ടതയെക്കുറിച്ചുള്ള, പരിശോധനകളെക്കുറിച്ചുള്ള, പരീക്ഷയെക്കുറിച്ചുള്ള ക്രിസ്തീയ വീക്ഷണം വളരെയധികം ഉദാത്തമാണ്. കാരണം നമുക്ക് മുമ്പായി കഷ്ടങ്ങളിലൂടെ കടന്നുപോയി കഷ്ടതയിൽ വിജയം നേടി ജയാളിയായ ഒരു നായകനായി കർത്താവ് തന്നെ നമ്മുടെ മുമ്പിൽ സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്.
നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന യോഹന്നാന്റെ സുവിശേഷം 16:33 നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ തന്നെ നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ഒരു സത്യം, കഷ്ടത നമ്മുടെ മുമ്പിലുണ്ട് എന്ന യാഥാർത്ഥ്യം യേശു മറച്ചു വെക്കാതെ നമ്മോട് പറയുകയാണ്. പക്ഷെ ധൈര്യപ്പെടണം, കാരണം ഞാൻ ലോകത്തെ ജയിച്ചവനാണ്. ഇവിടെ യാക്കോവും പ്രായോഗികമായി കഷ്ടതയെ സമീപിക്കുവാനാണ് സഭയെ ഉപദേശിക്കുന്നത്. ജീവിതത്തിലുണ്ടാകുന്ന പരിശോധനകളെ വളരെ യാഥാർത്ഥ്യബോധത്തോടെ നേരിടുവാൻ അദ്ദേഹം വിശ്വാസികളെ ആഹ്വാനം ചെയ്യുകയാണ്. അദ്ദേഹം ആത്യന്തികമായി പറയുന്നത്, ദൈവം അയച്ച് നമുക്ക് വരുന്ന ഹോളി ട്രയൽസ് അഥവാ നമുക്കുണ്ടാകുന്ന വിവിധ പരീക്ഷകൾ, പരിശോധനകൾ, ദൈവം അയച്ചു വരുമ്പോൾ അതിന് ദൈവീയ ഉദ്ദേശമുണ്ട്. അതുകൊണ്ട് അവയെ അശേഷം സന്തോഷമെന്നെണ്ണുക. റിജോയ്സ് ഇൻ ട്രയൽസ്. സന്തോഷപ്പെട്ടുകൊണ്ട് കഷ്ടതയെ നേരിടുവാനും ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ ദൈവം എന്നെ ആത്മീയമായി പണിതെടുക്കുവാൻ അയച്ചിരിക്കുന്ന ഒരു പ്രക്രിയയാണിത് എന്നുള്ള ഒരു വീക്ഷണഗതിയോടെ, മനോഭാവത്തോടെ കഷ്ടതയെ നേരിടുവാനാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. കാരണം നോയിങ് ദാറ്റ് ദേ പ്രൊഡ്യൂസ് സ്റ്റെഡ്ഫാസ്റ്റ്നെസ്. ഇവിടെ പറയുന്നു, വിശ്വാസത്തിൻ്റെ പരിശോധന നമുക്ക് സ്ഥിരത ഉളവാക്കുന്നു. അപ്പോൾ ആത്മീയ ജീവിതത്തിൽ സ്ഥിരത ഉള്ളവരായി, ഉറപ്പുള്ളവരായി, ധൈര്യ ഉള്ളവരായി നമ്മെ തീർക്കുവാൻ ദൈവം നമുക്ക് തരുന്ന പരിശോധനകളെ വളരെ അനുഭാവപൂർവം വീക്ഷിക്കുകയും നേരിടുകയും ചെയ്യുവാനാണ് സഭയെ കർത്താവും അപ്പോസ്തലന്മാരും ഉദ്ബോധിപ്പിക്കുന്നത്. കൂടാതെ നാം ഇങ്ങനെ വായിക്കുന്നു, എന്നാൽ നിങ്ങൾ ഒന്നിലും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണരുമാകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ. അതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്, നമ്മെ ക്രിസ്തുവിൽ പരിപൂർണരാക്കുവാൻ, നമ്മെ തികഞ്ഞവരാക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. എക്കാലത്തും ദൈവത്തിൻ്റെ പദ്ധതി ഇതാണ്, നമ്മെ ക്രിസ്തുവിൽ തികഞ്ഞവരാക്കുക, സമ്പൂർണരാക്കുക. അങ്ങനെ ഉറപ്പുള്ള, ധൈര്യമുള്ള, സ്ഥിരതയോടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന തൻ്റെ ജനത്തെയാണ് കർത്താവ് പരീക്ഷകളിലൂടെ ഒരുക്കിയെടുക്കുവാൻ ആഗ്രഹിക്കുന്നത്. 5-ാം അധ്യായത്തിൽ യോബിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. യോബിൻ്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ടും കർത്താവ് വരുത്തിയ അവസാനം കണ്ടുമിരിക്കുന്നു. കർത്താവ് മഹാകരുണയും മനസ്സരിവുമുള്ളവൻ അല്ലോ. ഒരു ഭാഗത്ത് കഷ്ടത, പരിശോധനകൾ ദൈവം നമുക്ക് അനുവദിക്കുമ്പോൾ തന്നെ കർത്താവ് മഹാകരുണയും മനസ്സരിവുള്ള ദൈവം കൂടെ എന്ന് പറയുക. യോബിൻ്റെ ജീവിതത്തിലുണ്ടായ കഷ്ടത, പരിശോധന എന്ന് പറഞ്ഞാൽ എത്ര ആഴമുള്ളതാണ്. പക്ഷേ ദൈവം അദ്ദേഹത്തിന് കൊടുത്ത അവസാനം നമ്മൾ കണ്ടും കേട്ടുപിരിക്കുന്നു. അപ്പോൾ ഒരു ഭക്തൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന പരിശോധനയുടെ ആകെക്കുറി എന്താണെന്നും അതിലൂടെ ദൈവം എന്ത് ഉദ്ദേശിക്കുന്നെന്നും അവന് ദൈവം കൊടുക്കുന്ന അവസാനം എന്തെന്നും യോബിൻ്റെ ജീവിതത്തിലൂടെ തെളിയിക്കുകയാണ്. ഇബ്രാഹിം ലേഖനം തന്നെ 10-ാം അധ്യായം അതിൻ്റെ 34-ാം വാക്യത്തിൽ ഇബ്രാഹിം ലേഖനകർത്താവ് വളരെ സമാനമായ ഒരു വസ്തുതയിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. തടവുകാരോട് നിങ്ങൾ സഹതാപം കാണിച്ചതല്ലാതെ സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നിങ്ങൾക്കുണ്ട് എന്നറിഞ്ഞ് സമ്പത്തുകളുടെ അപഹാരവും സന്തോഷത്തോടെ സഹിച്ചുവല്ലോ. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. അപ്പോൾ സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്തുണ്ട് എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് സമ്പത്ത് അപഹരിച്ചുകൊണ്ട് പോയപ്പോൾ അത് ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പരിശോധനയാണ്. ഭൂമി ജീവിപ്പാൻ നമുക്ക് തന്നിരിക്കുന്ന ഭൗതിക നന്മകൾ ക്രിസ്തുവിന് വേണ്ടി ജീവിതം സമർപ്പിക്കപ്പെട്ടു എന്ന കാരണത്താൽ അത് നിഷേധിക്കപ്പെടുമ്പോൾ വളരെ വളരെ ധൈര്യസമേതം ആ നഷ്ടം സഹിക്കാൻ തയ്യാറാകുക. ഒരുപക്ഷെങ്കിൽ ഒരു കാലഘട്ടത്തിൽ, പഴയകാല ആത്മീയ ജീവിതത്തിൽ അത് വളരെയധികം കേട്ടുകഴിവുണ്ട്. ഇന്ന് ഒരുപക്ഷെ സഹിക്കാനുള്ള മനസ്സ് ദൈവമക്കൾക്കുന്നുണ്ടോ എന്നത് വളരെ നമ്മൾ കുലങ്കുഷമായി വിചിന്തനം ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇന്നങ്ങനെ സഹിക്കാൻ മനസ്സില്ല. ത്യാഗം സഹിക്കാനും കഷ്ടം സഹിക്കാനും മനസ്സില്ലാത്ത സമൃദ്ധിയുടെ ഒരു നല്ല നാളെയാണ് എല്ലാവരും ക്രിസ്തുവിധത്തിലേക്ക് വരുമ്പോൾ ആഗ്രഹിക്കുന്നത്. എന്നാൽ ഉത്തമ സമ്പത്ത്, നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് സ്വർഗത്തിൽ നിങ്ങൾക്കുണ്ടെന്നറിഞ്ഞ് സമ്പത്തുകളുടെ അപഹാരം സന്തോഷത്തോടെ സഹിച്ചു. അപ്പോൾ ആ അപഹരിക്കപ്പെട്ടപ്പോൾ സന്തോഷിച്ചു. ഇവിടെ യാക്കോബ് പറയുന്നത്, വിശ്വാസത്തിൻ്റെ പരിശോധന നമുക്ക് സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അവയെ അശേഷം സന്തോഷം നന്നാനാണ്. ചിരിച്ചുകൊണ്ടും സന്തോഷിച്ചുകൊണ്ടും ആനന്ദത്തോടുകൂടി പരിശോധനകളെ, കഷ്ടതയെ നേരിടുവാനുള്ള ഒരു ആഹ്വാനമാണ് കർത്താവ് നൽകിയത്, അപ്പോസ്തലന്മാർ നൽകിയത്. ഈ കാലഘട്ടത്തിൽ അങ്ങനെ ജീവിതത്തിൽ നോക്കിക്കാണാൻ കഴിയുന്ന ഒരു അനുഭവം നമുക്ക് വളരെ അനിവാര്യമാണ്.
പഴയ നിയമ പുതിയ ഭക്തന്മാരുടെ ജീവിതചരിത്രം നമ്മൾ നോക്കുമ്പോൾ ജീവിതത്തിൽ ഒട്ടൊഴിയാത്ത ഇതുപോലെ ധാരാളം സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ വളരെ ആത്മാർത്ഥമായി കർത്താവിനെ സ്നേഹിച്ചതുകൊണ്ട്, ദൈവത്തെ പിൻഗമിക്കുവാൻ അവർ സമർപ്പിക്കപ്പെട്ടതുകൊണ്ടും, ദൈവം ആരാണ് എന്നവർക്ക് ബോധ്യമുണ്ടായിരുന്നതുകൊണ്ടും, ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസം അവർക്ക് താൽക്കാലികമായി ഉണ്ടായ പ്രശ്നത്തെ നേരിടുവാൻ അവർക്ക് ബുദ്ധിമുട്ടില്ലായിരുന്നു. യാക്കോബ് ലേഖനം തന്നെ 1:12 നമ്മൾ വായിക്കുന്നു, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. ശ്രദ്ധിക്കണം. അപ്പോൾ ആത്യന്തികമായി നമ്മുടെ ശിരസ് ജീവകിരീടം വെക്കാൻ ദൈവത്തിന് ആഗ്രഹം. അത് വെക്കണമെങ്കിൽ വെറുതെ വെക്കാൻ പറ്റില്ലല്ലോ, പരീക്ഷിക്കപ്പെടണം, തെളിയിക്കപ്പെടണം. അതുകൊണ്ട് പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നവനായി തെളിയുക. ഈ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു ജീവിതത്തിന് വേണ്ടി നമ്മളെ തന്നെ സമർപ്പിക്കാം. പ്രതിസന്ധികളെ കർത്താവിലൂടെ നേരിടുവാൻ, നോക്കിക്കാണുവാൻ കഴിയുന്ന പരിജ്ഞാനമുള്ള ഒരു ഹൃദയത്തിന് വേണ്ടി നമുക്ക് ആഗ്രഹിക്കുകയും സമർപ്പിക്കുകയും ചെയ്യാം. അങ്ങനെ ത്യാഗോജ്വലമായി ജീവിതത്തെ കാണാനും സന്തോഷത്തോടെ പരിശോധനകളെ, പരീക്ഷകളെ നേരിടുമ്പോൾ സ്ഥിരതയുളവാകുന്നു, വിശ്വാസത്തിന് സ്ഥിരതയുളവാകുന്നു. മാത്രമല്ല, നമ്മൾ കൊള്ളാവുന്നവരായി തെളിയുന്നു, സമ്പൂർണ്ണന്മാരായി തെളിയുന്നു. നമ്മുടെ ശിരസിൽ ജീവകിരീടം വെക്കുവാൻ അത് നമ്മെ പ്രാപ്തരാക്കുന്നു. ദർ ഈസ് നോ ക്രൗൺ വിത്തൗട്ട് ക്രോസ് എന്ന് സാധാരണ പറയാറുണ്ടല്ലോ. കുരിശില്ലാതെ ഒരിക്കലും കിരീടമില്ല. അപ്പോൾ ദൈവം നമ്മെ കൊണ്ടുപോകുന്ന പാതയത്തെ സന്തോഷത്തോട് നോക്കിക്കാണാനും അതിൻ്റെ ആത്യന്തിക അനുഭവം യോബിന് വരുത്തിയതുപോലെ ഒരു ഏറ്റവും ശ്രേഷ്ഠതയുള്ള ഒരനുഭവം ഭൂമിയിലും നിത്യതയിലും തരുമെന്നുള്ള കർത്താവിൻ്റെയും അതുപോലെ ഭക്തന്മാരുടെ ചരിത്രവും നമുക്ക് തരുന്ന ആ സത്യം ഉൾക്കൊള്ളാൻ ദൈവം നമ്മെ പ്രാപ്തരാക്കട്ടെ. അതിനായി നമുക്ക് സമർപ്പിക്കാം. ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.